നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർത്താ ചാനലായ KKTM ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം സ്കൂളിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച യോദ്ധാവ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് സ്കൂളിൽ നടന്നു. ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി DYSP VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PB രഘു, ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ നവാസ് പടുവിങ്കൽ, SI കശ്യപൻ, ജനമൈത്രി പോലീസ് അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി, PR ബാബു, സനിൽ കുമാർ, റുവിൻ വിശ്വം, OC ജോസഫ്, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സീന എന്നിവർ പങ്കെടുത്തു. ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് ശേഷം 2-ാം തീയതി കലാലയത്തിലെത്തി ചിലർ സന്തോഷിക്കുന്നുണ്ട്, മധ്യയിലൊരൽപ്പം സങ്കടവും ആ 2 മാസത്തെ കളിചിരി അവസാനിച്ചു എന്നുള്ളൊരു വിഷമമൊക്കെ മനസ്സിലുണ്ടാവാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. ഈ വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം. ഈ കാലഘട്ടം ഒരു 22 വയസ്സ് വരെയോ 24 വയസ്സ് വരെയൊക്കെ നിങ്ങൾ പഠിച്ച് ഉന്നത പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയായി നിങ്ങൾ മാറുമ്പോൾ നാളുകളിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭാവി വാഗ്ദാനമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അല്ല എങ്കിൽ എന്താ സംഭവിക്കുക? 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ 10-ലോ 11-ലോ 12-ലോ ഒക്കെ നിങ്ങൾ കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞതായി മാറും. അതാണ് വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കിന്ന് കേരളത്തിൽ വിദ്യാഭ്യസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 10-ാം ക്ലാസ് വരെ നിങ്ങൾ സ്കൂളിൽ പോയില്ല എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഗവൺമെൻറ്റിൻ്റെ വക്താക്കളുമൊക്കെ നിങ്ങളെ വന്ന് പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു നാട്ടിൽ ജനിച്ചു തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള അവസ്ഥ എന്താണ്? കുട്ടികൾ ഫാക്ടറി പോകുമ്പോൾ ഈ സ്കൂളിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അവർ നോക്കിപ്പോകും. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഫാക്ടറികളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ ഈ സ്കൂളിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നോക്കി അങ്ങ് പോകും. അത് മാത്രമേ അവരെ കൊണ്ട് കഴിയുള്ളൂ. ആ ഇന്ത്യ എന്ന രാജ്യത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം. പഠിക്കാത്ത ഒരാൾ പോലും ഈ കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ മക്കൾ ഇന്ന് കേരളത്തിൽ വന്നിട്ട് അവർ പഠിക്കുകയാണ്. ഇവിടുത്തെ പാഠ്യ പദ്ധതികളും ഇവിടുത്തെ രീതികൾ കണ്ടൊക്കെ അവർ പഠിച്ച് അവരുടെ കുട്ടികളെ മുഴുവനും ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളായും ആ കുട്ടികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ നമ്പര് നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ